ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ഒരു ഗ്യാപ്പിന് ശേഷമുള്ള സെക്കൻഡ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് എന്റെ ഓഫ് ഉള്ള ഒരു ഡേ ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ബട്ട് സമയം ഇപ്പം 10 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് എന്റെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ആയത്. അപ്പൊ ഓഫ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ, കുറെ നേരം കിടന്ന് ഉറങ്ങാൻ ഇഷ്ടപ്പെടും. ഞാൻ ആക്ച്വലി 7:30 ഉണർന്നതാണ്. പക്ഷെ എഴുന്നേറ്റ് വരാനുള്ള മടിയും കൊണ്ട് അവിടെ ഇങ്ങനെയും കിടന്നു. ഇപ്പം 10 മണിയായി. അപ്പൊ ഓർത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് കിച്ചണിലോട്ട് വന്നു. അപ്പൊ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ആകുമ്പോൾ വീഡിയോയും കൂടെ സ്റ്റാർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ മുട്ട പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയുടെ ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം, ഒരു തേങ്ങ ചമ്മന്തി. അപ്പോൾ അതിന് ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തേങ്ങ മൈക്രോവേവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് സ്മോൾ ഓനിയൻസ് ആണ്. മിക്കപ്പോഴും നമ്മുടെ കയ്യിൽ അത് കാണാറില്ല. നമ്മൾ വലിയ ബിഗ് ഓനിയൻ ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, സവോള. അപ്പോൾ ഇതുള്ളത് കൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ കേരള ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് കറി ഉണ്ടാക്കാൻ വാങ്ങിച്ചതാണ്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും ഇത്. നമ്മളിങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാറേ ഇല്ല. ഇപ്പം മീൻകറി വെക്കാത്തത് കൊണ്ട് ഇത് ബാക്കി ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ നല്ല വിലയാണ്. നാട്ടിൽ കഴിക്കുമ്പോൾ ചെറിയ ഉള്ളിക്ക് ഭയങ്കര വിലയാണ്. ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആണ് നാട്ടിലെ സാധനം. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ദോശയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ആലീസ് അവിടെ ദോശ ഉണ്ടാക്കുന്നു. എൻ്റെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കഴിച്ചാൽ മതി. രണ്ടുപേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേങ്കിൽ രണ്ടുപേരും എഴുന്നേറ്റത് ലേറ്റ് ആയിട്ടാണ്. പിന്നെ സംസാരിച്ച് ഇങ്ങനെ നിന്നു. ഇനിയിപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ദോശ കഴിക്കാം. അങ്ങനെ ദോശ റെഡി. പക്ഷെ നമ്മൾ ദോശ ഉണ്ടാക്കിയത് നമ്മുടെ ഫയർ അലാമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിവിടെ കിടന്ന് നന്നായിട്ട് അലയ്ക്കുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റ് എല്ലാം ഇട്ടെന്ന് പറഞ്ഞാലും അത് എപ്പോഴും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ഞങ്ങൾ നേരത്തെ താമസിച്ച വീട്ടിൽ എൻ്റെ റൂമായിരുന്നു ഞങ്ങൾക്ക് ബെഡ്റൂം, ഹോള്, ഡൈനിങ് റൂം എല്ലാം. പക്ഷെ ഇവിടെ വന്നപ്പം അതെല്ലാം ആലീസിൻ്റെ റൂമാണ്. അവളുടെ റൂമിലാണ് സോഫയുള്ളത്. അപ്പോൾ അത് അവിടെ എങ്ങനെയായിരുന്നു അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അവളുടെ റൂമിൽ ഇരുന്നാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും എല്ലാം കഴിക്കുന്നത്. ആലീസ്, നീ ഓക്കെ ആണോ അതിന്? അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് കടയിൽ വരെ പോയിട്ട് വരാമെന്ന്. ആക്ച്വലി നമുക്ക് മീറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മലയാളി ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് പോയി എടുത്തിട്ട് വരണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത്യാവശ്യമൊന്നുമില്ല, പിന്നെ പോവായതുകൊണ്ട് വാങ്ങിക്കുവാണ്. അപ്പോൾ ഇവിടെ ടെസ്കോ എക്സ്പ്രസ് ഉണ്ട് അടുത്ത്. അപ്പോൾ അവിടുന്ന് പൈസ എടുത്ത് സാധനവും വാങ്ങിച്ചിട്ട് വരാം. ഞാൻ പണ്ട് ഇവിടെ ഇരുന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആലീസ്. ഡു യു റിമെമ്പർ? ഇല്ല. റൂബൽ ചേച്ചിക്ക് ഇവിടെ എവിടെയോ ഒരു വീട് കാണാൻ വന്നു. അന്നേരം ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടൊരു വീഡിയോ നമുക്ക് നോക്കാം. നോക്കി പോവാം. നമുക്ക് പ്രത്യേകിച്ച് ഇന്നത് വാങ്ങിക്കണമെന്ന് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷനാണ് എന്ത് വാങ്ങിക്കണമെന്ന്. എന്താ ആലീസ് വേണ്ടേ? കേക്കോ? അൺഹെൽത്തി ആലീസ്, എനിക്ക് വേണ്ട. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതെല്ലാം വേണമെങ്കിൽ എടുക്ക്. ഓക്കെ. പഴം, ഓറഞ്ച് എല്ലാം ഉണ്ടടി നമ്മുടെ കയ്യിൽ. ആക്ച്വലി ഞാൻ കുറേ നേരമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവർക്ക് ഹൈറ്റ് ഇല്ലാഞ്ഞിട്ട് അവളുടെ ചെരുപ്പൂരി എൻ്റെ ക്രോക്സ് അവളെടുത്തിട്ട് അവളുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള നീളം നോക്ക്. എനിക്കത് നീളം പോലും കറക്റ്റ് അല്ല. അത് ഇവള് വാങ്ങിച്ച് ഇടിയിച്ചതാ. എന്നിട്ട് ഇവള് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഹൈറ്റ് കൂടുതലാ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ആലീസ്, അതെന്ത് ചെയ്യാനാ? പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഹൈറ്റ് ഉള്ളവരാണ്. ക്യാമറ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അത് ജനിക്കുമ്പം കിട്ടണം. ഒന്നും പറയണ്ട. കുറേ നേരമായി ഓഫാക്കും ഓണാക്കും. അവസാനം ചെരുപ്പ് വരെ ഊരി കൊടുക്കേണ്ടി വന്നു ഇവക്ക്. ഇവിടെ ഒരു വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചേക്കുന്നു. അപ്പോൾ ആലീസ് ചോദിക്കുമായിരുന്നു
ഇപ്പോഴേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് തുടങ്ങി. ആക്ച്വലി ഇവിടെ എല്ലാവരും ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഇവർക്ക് ക്രിസ്മസ് ആവും. പക്ഷെ നമ്മൾ വിചാരിക്കും ഒത്തിരി സെലിബ്രേഷൻസ് ഉണ്ടെന്ന്. പക്ഷെ എന്തുവാടി എന്തെങ്കിലും ഉണ്ടോടി? ലണ്ടനിലൊക്കെ പോയാലുണ്ട്. ഇവിടെ എന്തുവാ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല. നമ്മുടെ നാട്ടിലെ പോലെ ക്രിസ്മസ്. പക്ഷെ അതൊക്കെ എല്ലാം ഒരു സ്ലോ ആയിട്ടുള്ള സെലിബ്രേഷനാണ്. നമുക്ക് അതുകൊണ്ടായിരിക്കും അല്ല അതുകൊണ്ടായിരിക്കും നമുക്കതൊരു വലിയ ഇതായിട്ട് തോന്നാത്തെ. ഡെക്കറേഷൻസ് പിന്നെ കേക്ക്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഷെയർ ചെയ്ത് കഴിക്കുക. നമുക്കങ്ങനല്ലല്ലോ. ക്രിസ്മസിന് പാട്ടും പാടി എല്ലാ വീട്ടിലും പോയി പൈസ. നിങ്ങളുടെ അവിടെ ഞങ്ങൾക്കും പല പല ഡിഫറെന്റ്. ഞങ്ങളുടെ അതുപോലെ നമ്മൾ അടുത്തുള്ള വീട്ടിലെല്ലാം ഒരു ഏരിയയിൽ ഇങ്ങനെ അവർ കയറി പോകും. ആലീസിന് നമ്മുടെ വീടിന്റെ മുട്ടം കാണിക്കണം. മുട്ടമല്ല, അത് മുറ്റം. മുറ്റം കാണിക്കാം നിങ്ങള്. അവർക്ക് അതാ വിഷമം. വീടേ കാണിച്ചിട്ടില്ല ആലീസ്. നമ്മളുടെ ട്രീ ആയി. ഇവള് ജനിച്ചപ്പോ നട്ടതാ. ഇത്രയായി. നമ്മുടെ കാർ ഏതാടി? നമ്മുടെ കാറ് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ കുറെ കാറുകളുണ്ടല്ലോടി. ഓക്കെ, എനിക്ക് 2 ടെസ്ലയുണ്ട്, നിനക്ക് 2 ഉണ്ട്. നമ്മളുടെ മുട്ടം. അപ്പോൾ ഇതാണ് ആലീസ് പറഞ്ഞ മുട്ടം. പിന്നെ നിങ്ങൾ കണ്ടോ, ഞങ്ങൾ റോഡ് സൈഡിലെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മുറ്റത്തൂടാണ് ബസ്. ഇതാണ് മുട്ടം. നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ റോഡ് സൈഡിലാ വീട്, ബസ് പോകുന്ന റൂട്ടാന്ന്. ഇപ്പം ഞങ്ങളിവിടെ ആര് വന്നാലും പറയും കണ്ടോ ബസ് പോകുന്ന റൂട്ടാണ് ഞങ്ങളുടേന്ന്. ഓക്കെ, ഇന്ന് നിന്റെ വിലപിടിപ്പുള്ള ചെരുപ്പ് എൻ്റെ ചെരുപ്പ് തിരിച്ചതാ. അങ്ങനെ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ കുറച്ച് സ്നാക്സ് എന്തൊക്കെയോ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങള് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവിടെ വേറൊരു വലിയ പണി ഞങ്ങൾ നോക്കിയിരിപ്പുണ്ട്. ആക്ച്വലി ഞങ്ങളിവിടെ വന്നിട്ട് 1 മാസം ആയെങ്കിലും ഞങ്ങൾ ഇപ്പം മെയിൻലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ റൂമിലൊക്കെ അടുക്കി വെച്ചിട്ടുള്ളൂ. 2 പേരുടെയും ബാക്കി കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു റൂമുണ്ട്, ഒരു ബോക്സ് റൂം, അതിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അത് അത്യാവശ്യമുള്ളതൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് എന്തോ ഒന്ന് എടുക്കേണ്ടി വന്നു അതിൽ നിന്ന്. അപ്പോൾ അത് ഫുള്ള് ഇവിടെ മെസ്സാക്കി ഇട്ടിരിക്കുവാണ്. ഫുൾ മെസ്സായി കിടക്കുവാണ്. അപ്പോൾ അത് ഫുള്ള് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം. പറ്റുവാണെങ്കിൽ എല്ലാം പറ്റത്തില്ല, എന്നാലും പറ്റുന്നത്രയൊക്കെ കുറച്ചൊക്കെ അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പം നോക്ക്, നല്ല മഴക്കാരെടുക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഇച്ചിരി കൂടെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം മൂടി വരുന്നുണ്ട്. നമ്മൾ പക്ഷേ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നപ്പോൾ തുണിയെല്ലാം ഉണക്കിയെടുത്തു. അതുകൊണ്ട് കുഴപ്പമില്ല. യൂണിഫോം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കാരണം എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഓർക്കപ്പുറത്തായിരിക്കും മഴ. ചാറ്റമഴയേ ഉള്ളൂ, എങ്കിലും തുണിയെല്ലാം കിടന്ന് നനയും. അപ്പോൾ എന്താണെങ്കിലും ഇനി പോയി കഴിച്ചിട്ടൊക്കെ വന്ന് കാണാം. അപ്പോൾ നമുക്കിന്ന് കറി എന്ന് പറഞ്ഞാൽ മത്തങ്ങയും പയറും കൂടി ഇട്ട ഒരു എരിശ്ശേരി, പിന്നെ കോവയ്ക്ക തോരൻ, പിന്നെ നമുക്ക് ഇവിടെ റൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കറികൾ. പിന്നെ നോൺ വെജ് ഒന്നും ഉണ്ടാക്കിയില്ല, ബിക്കോസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മീറ്റൊക്കെ വരുമല്ലോ. അപ്പോൾ ഫ്രഷായിട്ട് വരുന്നത് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ലതായിട്ട് ഒന്ന് കഴിക്കണം. പക്ഷെ എരിയുള്ളതൊന്നും ഇല്ല. എല്ലാം ഒരുമാതിരി എന്താ പറയുക, ലൈറ്റായിട്ടുള്ള ടേസ്റ്റ് അല്ലേ വെജിറ്റബിൾസ് ആയതുകൊണ്ട്. പിന്നെ ഓക്കെ, എന്നും നോൺ വെജ് അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നല്ല വെജൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ തോരൻ ഉണ്ടാക്കി, ഞാൻ കറി ഉണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ ഞങ്ങളുടെ പെട്ടെന്ന് തീരും. ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ എന്നും ഉണ്ടാക്കാറില്ല. ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് 2-3 ദിവസത്തേക്കിനൊക്കെ വെക്കും. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു പണിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇനി കഴിച്ചിട്ട് കാണാമേ. എനിക്ക് ഇതിൽ നിന്ന് ഏതാണ് എടുത്തുകൊണ്ട് പോകേണ്ടതെന്ന് ഇപ്പം കൺഫ്യൂഷനായി. ബിക്കോസ് ഇതെല്ലാം എടുത്ത് മാറ്റാതെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ചിന്തിക്കുമായിരുന്നു ഇത് ആദ്യം എടുത്താലോ എന്ന്. ഇതിൽ ആലീസിൻ്റെയും കൂടെ മിക്സ് ഉണ്ട്, ഏതൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഈ പെട്ടി മാറ്റി വെച്ചിട്ട് അകത്ത് കിടക്കുന്നത് എടുക്കാമെന്ന്. ഈ ഒരു കവറ് ആദ്യം കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എൻ്റെ അടുക്കിപ്പെറുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇവിടെ UK വന്നിട്ട് എൻ്റെ ഇത് 4th വീടാന്ന് തോന്നുന്നു. അതെ, 4th. ഫസ്റ്റ് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ, പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മന്ദിര ഞങ്ങൾ ഷെയർ ചെയ്ത് പറഞ്ഞു, പിന്നെ ഒരു ഹൗസ് ഷെയർ. ഇപ്പോൾ ഇതാണ് 4th വണ്. നമുക്കിവിടെ സെറ്റിൽ ആകാനായിട്ട് വലിയ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തത്. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് വീട് വാങ്ങിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ റെൻറ്റ് ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഹാഫ് എമൗണ്ട് ഓഫ് മണി നമ്മൾ റെൻറ്റിനേ കൊടുക്കുവാണ്.
അപ്പം നമ്മളിപ്പം എവിടെ സെറ്റിൽ ആകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പെൻഷന് ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തത്. എൻ്റെ ട്രസ്റ്റിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ പെൻഷൻ്റെ കാര്യത്തിൽ നമ്മൾ പെൻഷൻ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ മന്തും നമ്മുടെ സാലറിയിൽ നമ്മുടെ സാലറി ബേസ് ചെയ്തിട്ട് ഇത്ര പെർസെൻറ്റേജ് പെൻഷൻ പൊയ്ക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ എവറി മന്ത് വേരിയേഷൻസ് കാണും. ഇപ്പോൾ ഒരു 250 ആണെന്ന് ഓർത്തോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്. അതുപോലെ അതാണ് നമ്മളുടെ സാലറിയിൽ നിന്ന് പോകുന്ന എമൗണ്ട്. അതിന് ടാക്സ് ഇല്ല. ആ എമൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് നമ്മുടെ സാലറിക്കാണ് ടാക്സ് അവരെടുക്കുന്നത് 20%. അപ്പോൾ നമ്മളുടെ ഒരു 250 നമ്മുടെ സാലറിയിൽ നിന്ന് പോയി. അതുപോലെ എംപ്ലോയർ അവരുടെ സൈഡിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യും നമുക്ക് പെൻഷനിലോട്ട്. അപ്പോൾ അങ്ങനെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മളുടേതും കൂടെ ഒരു 65 ഇയേഴ്സ് റിട്ടയർമെൻറ്റ് ഏജ് വരെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ലൈഫ് ലോങ് സെറ്റിൽമെൻറ്റ് പോലെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇത്ര നാളിവിടെ നിൽക്കുമോ, അത്രയും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾക്ക്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇയേഴ്സ് ആകുന്നതിന് മുന്നേ നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. എനിക്ക് ഡിസംബറിലായിരുന്നു 2 ഇയേഴ്സ് ആകുന്നത്. അപ്പോൾ ഞാൻ നവംബറിൽ അവർക്ക് മെയിൽ അയച്ചിട്ട് അവരെനിക്ക് 2 ഫോം തന്നു. ഒന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന ഫോമും ഒന്ന് റീഫണ്ടിൻ്റെ, അത്രയും നാൾ ഞാൻ അടച്ച എമൗണ്ടിൻ്റെ റീഫണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഒരു നവംബറിൽ ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ഡിസംബറിൽ എൻ്റെ സാലറിയുടെ കൂടെ എനിക്ക് ആ പൈസ പെൻഷൻ്റെ കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഓപ്റ്റ് ഔട്ട് ചെയ്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു 3 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ആകത്തേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ പൈസ അതിൽ നിന്ന് പോകത്തില്ല, പോകാതെ ഇങ്ങനെ ഇരിക്കും. അതിന് പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് 65 ഇയേഴ്സ് ആകുമ്പോഴായിരിക്കും റിട്ടയർമെൻറ്റ് ഏജ്, അന്നേരമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ വേണം എന്ന്, നിങ്ങൾ 65 ഇയേഴ്സ് വരെ പോകുന്നില്ല, അതിന് മുന്നേ ആ പൈസ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ 2 ഇയേഴ്സ് ആകുന്നതിന് മുന്നേ ഈ ഫോംസ് രണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. പക്ഷെ അതിലും ഉണ്ടൊരു നെഗറ്റീവ് സൈഡ്. നിങ്ങൾക്ക് എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്നുള്ള എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ എമൗണ്ട് കിട്ടും, അതിൽ നിന്ന് അവർ ടാക്സും അടയ്ക്കും. ഇപ്പോൾ ഒരു 5 lakhs ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ 4 lakhs ആയിരിക്കും കിട്ടുന്നത് കയ്യിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇന്ത്യൻ മണിയിലാണ് ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ എങ്ങനെയാണോ ഇനി മുന്നിലോട്ട് പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. പിന്നെ ഞാൻ 2024 പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്തത്. എനിക്ക് അറിയില്ല ആ സ്കീമിൽ 2025 എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ NHS പെൻഷൻ സ്കീം ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ എന്നെ പോലെ തന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്ത എൻ്റെ 2 കൊളീഗ്സിന് ഓട്ടോമാറ്റിക് അവർ ഓപ്റ്റ് ഇൻ ആയി ഒരു 3-4 months കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവർക്ക് എഗെയിൻ വീണ്ടും ഓപ്റ്റ് ഔട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക് ഓപ്റ്റിൻ ആയതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു 4 months കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 months കഴിഞ്ഞാണെങ്കിൽ ആ എമൗണ്ടിൽ അവർ പൈസ തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ബിക്കോസ് അവരിപ്പോൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ എന്താണോ പറയുന്നത് അത് എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ ലേറ്റർ വീഡിയോസിൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. എനിക്കിതുവരെ ഞാൻ ഓട്ടോമാറ്റിക് ഓപ്റ്റിൻ ആയിട്ടില്ല. അതെന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. മേ ബി നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ടെമ്പററി ഓപ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു നമ്മളെല്ലാം വെച്ച് കൊടുക്കുന്നത്. മേ ബി അതായിരിക്കാം റീസൺ, ഐ എം നോട്ട് ഷുവർ. അതെന്താണെങ്കിലും ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ, നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ 2 ഇയേഴ്സിന് മുന്നേ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആസ് പെർ ദ സ്കീം 2024 റിട്ടയർമെന്റ് ഏജ് മാത്രമായിരിക്കും ആ പൈസ തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ പാക്കിങ്ങിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. നല്ല തണുപ്പുണ്ട്, നല്ല മഴച്ചാറ്റിലും നല്ല തണുപ്പുമാണ്. അതുകൊണ്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് മീറ്റ് വന്നു. ആക്ച്വലി ഞാൻ നല്ല ഉറക്കത്തിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. മട്ടൻ കറി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അവർ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ നോക്കണം ചെയ്യാൻ പറ്റുമോ എന്ന്. കാരണം ആലിസ് നാളെ ലോങ് ഡേ ആണ്. അവളാണ് മട്ടൻ്റെ സ്പെഷ്യലിസ്റ്റ്. ഞാനും ഉണ്ടാക്കും, ഞാൻ അവളിൽ നിന്നാണ് പഠിച്ചത് ഉണ്ടാക്കാൻ. പക്ഷെ എനിക്ക് അവൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് നോക്കാം, പറ്റുവാണെങ്കിൽ ഇന്ന് കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ച് വേറൊരു ദിവസം ചെയ്യാം. വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആണല്ലോ, എപ്പം വേണമെങ്കിലും എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പം ഞാനോർത്തു ഇപ്പോൾ ആദ്യം പോയിട്ട്, ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറേ അടുക്കി പെറുക്കി വെക്കാനുണ്ടെന്ന്. എല്ലാം പറ്റത്തില്ലെങ്കിലും ഇവിടുന്ന് 2 അറ്റത്തൊക്കെ ഇരിക്കുന്ന 2 3 ഉണ്ട്. ആ കവറിലെ സാധനങ്ങളെല്ലാം എടുത്ത് റൂമിൽ കൊണ്ട് വെക്കാമെന്ന് ഓർത്തു. അതിൽ ക്ലോത്ത്സ് ഒക്കെയാണ്, ബിക്കോസ് എനിക്ക് 2 empty പെട്ടി ഉണ്ട് അകത്ത്. അപ്പോൾ അതായതുകൊണ്ട് ഈസി അല്ലേ, അങ്ങോട്ട് കൊണ്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ട് വെക്കാമെന്ന് ഓർക്കുവാണ്. അപ്പോൾ അത് ചെയ്യാം.
അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഓർത്തു അത് എടുത്തുകൊണ്ട് റൂമിലോട്ട് പോയ പിന്നെ ഞാൻ അവിടെ ഇരിക്കും. അതിനു മുമ്പേ ഈ മീറ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വൃത്തിയാവുകയും ചെയ്യും. അവിടുത്തെ പണി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ക്ലീനും ചെയ്യാം, ടൈം നമുക്ക് സേവ് ചെയ്യാമല്ലോ. അതുപോലെ പാലും തിളപ്പിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ഞാനിപ്പോൾ അതും കൊണ്ട് റൂമിൽ പോയാൽ പാലും തിളച്ചു പോകും. ഇപ്പം ആക്ച്വലി ഞങ്ങൾ ചായയും കോഫിയൊന്നും അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അധികം ഉണ്ടാക്കാറില്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ കുടിക്കും. പക്ഷെ ഇന്ന് നല്ല മഴയും തണുപ്പും ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഉണ്ടാക്കാമെന്ന്. അവൾ ഉറങ്ങുവാന്ന് തോന്നുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് ഓർത്തു. അപ്പം അതും ചായയുമാകും, എനിക്ക് ബാക്കി എല്ലാ കാര്യം ചെയ്യുകയും ചെയ്യാം. ഞാൻ എന്തെങ്കിലും എടുത്ത് റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ ഭയങ്കര മടിയാണ്. കാരണം റൂമിൽ ഒത്തിരി തണുപ്പ് തോന്നും. റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പുതച്ച് കവർ ചെയ്ത് അവിടെ ഇരിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ പണി കുറച്ച് ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പം നമുക്ക് നാളെ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, നാളെ നൈറ്റാണ്. നൈറ്റ് ആയതുകൊണ്ട് വലിയൊരു ഹരിബറ ഇല്ല എനിക്ക്. കാരണം അല്ലെങ്കിൽ എനിക്ക് യൂണിഫോം സെറ്റ് ചെയ്യണം, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പാക്ക് ചെയ്യണം, അങ്ങനത്തേക്ക് ഒരു ചിന്തയാണ് ഇന്ന്. പക്ഷെ അങ്ങനൊന്നും ഇല്ലല്ലോ, നമുക്ക് നാളെ നൈറ്റാണ്. നൈറ്റിന് പോകുമ്പോൾ ഓക്കെ ഉറങ്ങിയാൽ മാത്രം മതി, വേറൊന്നും പ്രത്യേകിച്ച് വേണ്ട. ഇന്ന് ഞങ്ങൾ കുക്കിംഗ് എല്ലാം ചെയ്തു, അതുകൊണ്ട് ആ പണിയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആണ്. ടൈം എടുത്താണ് എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ടൈം എടുത്ത് ചെയ്ത് അവസാനം രാത്രി 12 മണിയാവും ഇതെല്ലാം കഴിയുമ്പോൾ. നമുക്ക് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഒക്കെ ഓഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടാറുണ്ട്. പക്ഷേ ഇപ്പം പല ഷിഫ്റ്റും പല ഡ്യൂട്ടിയും വരുമ്പോൾ നമുക്ക് അതുപോലും പറ്റത്തില്ല. അപ്പോൾ ചുമ്മാതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു ബോറടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ആലീസും ആവശ്യമില്ലാതെ ഷോപ്പിങ്ങിന് പോകും. വെറുതെ ആവശ്യമില്ലാത്ത സാധനം വാങ്ങിച്ചിട്ട് വരും, പൈസ കളയും. അതാണ് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്. എന്ന് വെച്ചാൽ പൈസ ഒരുപാട് കിട്ടുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മാസം കിട്ടുന്നത് തന്നെ ഓർക്കുമ്പോൾ നമുക്ക് വിഷമമാണ് ഇത്രയേ ഉള്ളൂ എന്ന്. നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലതായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും എന്താ പറയുക, കുറച്ച് കുറവാണോ എന്ന് ഇപ്പം തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പെൻഷനൊക്കെ വിഡ്രോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം മാസം കയറുമ്പോൾ ഒരു 2-3 മാസമായിട്ട് കുറച്ച് ബെറ്ററായിട്ട് തോന്നും. പെൻഷൻ എടുത്തതിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ചായ പോയി നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുക പിറക്കുന്ന ചായ. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയില്ല, കൊടുക്കാം. ചായ കൊണ്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് കരുതിയപ്പോൾ അവൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മേഡം ചായ എൻട്രി പண்றேന്നോ, നിനക്ക് ചായ ഉണ്ടാക്കി തന്നു. ഓക്കെ, യു ആർ വെൽക്കം. മട്ടൻ കറി ഞാൻ വെച്ചെന്നോ? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിന്റെ മട്ടൻ കറിയാ നല്ലതെന്ന്. മട്ടൻ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു. അത് കട്ട് ചെയ്യണം, എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാ. ഞാൻ കട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് കുട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ചിക്കൻ കട്ട് ചെയ്യുന്ന ആൾ ഞാൻ, കുക്ക് ചെയ്യുന്ന ആൾ ഇവള്. അതാണ് ഞങ്ങളുടെ ഡീല്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മട്ടനും എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കി സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചു. അവിടെ ഓൾമോസ്റ്റ് അവൾ മട്ടന് 2 ഡിഷസും ഉണ്ടാക്കി കഴിയാറായി. പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനേ പറ്റിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തത്, അവൾ കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഇവിടെ നോക്ക്, ഈ ഫയറെല്ലാം അടിച്ചിട്ടേ ഇരിക്കുക. ഇത് ആക്ച്വലി ഇപ്പം ആലീസ് വന്നിട്ട് അതിൻ്റെ തൊണ്ടയ്ക്കിട്ടൊരു കുത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് കുറഞ്ഞത്, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെ റെസിപ്പി കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അതുപോലും പറ്റിയില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആലീസിൻ്റെ അടുത്ത് ചോദിക്കാം, ആദ്യം ഈ സാധനം ഒന്ന് ഓഫ് ആകട്ടെ, എന്നാലും നമുക്ക് എക്സ്ഹോസ്റ്റർ ഓഫ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവളോട് ചോദിക്കാം. ആലീസ്, വേഗം വെക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇന്ന് കഴിക്കാൻ കൊതിച്ചിരിക്കുക. ഇത്രയും ടൈം ആയില്ലേ, ഇനിയിപ്പം കുക്ക് ചെയ്തിട്ട് നീ കിടന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഫൈനലി ആലീസ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവളോട് പോയി റെസിപ്പി ചോദിക്കാം. അവൾ നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇന്ന് പുതിയ ഏതോ ഡിഷ് ഉണ്ടാക്കിയാൽ വന്നല്ലോ. ആലീസ്, റെസിപ്പി പറയടി, എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ரெசிபி உனக்கு பேர் கேட்குவாங்க. டைம் என்ன தெரியுமா? ടൈം എന്തായി? 11:45 ആയുള്ളൂ. നിനക്ക് നാളേക്ക് നൈറ്റ്, എനിക്ക് ലോങ് ഡേ ആണ് നാളെ. അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് നൈറ്റ് അല്ലേ. ഓക്കെ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം
മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ റെസിപ്പി പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്തോട്ടെ മുതലാളിയുടെ ഫുഡ്. ഓക്കെ, ഇതെന്നെ ആലിസ്? തരില്ലെന്നോ? ഓക്കെ, മട്ടൻ ചുക്ക മേബി. ഓക്കെ, മട്ടൻ ചുക്കയാണോ ചുമ്മയാണോ നമുക്ക് പിന്നെ കാണാം. കുക്കറിൽ മട്ടൻ കറി. ഓക്കെ, ഈ മട്ടൻ കറിയിൽ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളതാണ്. എനിക്ക് യൂഷ്വലി ഈ തേങ്ങ അരച്ച് ചിക്കൻ കറിയോ അങ്ങനെ ഒന്നും വെക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഈ മട്ടൻ എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഇത്തിരി തേങ്ങ അത് വെന്ത് കഴിഞ്ഞിട്ട് അതിലരച്ച് ചേർത്തിട്ട് പിന്നെയും അത് വേവിക്കും. അത് നല്ല സൂപ്പറാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും ലേറ്റായി. അവൾക്ക് നാളെ ലോങ് ഡേ ആണ്. 12 മണിയാകാറായി. ഞങ്ങൾ ഉറങ്ങിപ്പോയി. പിന്നെ മീറ്റൊക്കെ വന്നത് താമസിച്ചാണ്. അതുകൊണ്ട് ഇന്നത്തെ മൊത്തം പരിപാടി ലേറ്റായി. അവളായതുകൊണ്ട് ഇപ്പം നിന്ന് ചെയ്യുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അടുത്തൊരു ദിവസം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പി കാണിച്ചു തരാം. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി. അത് എനിക്കങ്ങനെ എല്ലാം ഒന്നും റെസിപ്പീസൊന്നും അങ്ങനെ ഓക്കെ അങ്ങനെ വലിയ കാര്യമായിട്ട് റെസിപ്പി ഒന്നും നോക്കത്തില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കും. പക്ഷേ ഈ മട്ടൻ കറിയുടെ റെസിപ്പി ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ അത് ഷെയർ ചെയ്യുക. പാവോള് പോയി ഉറങ്ങിക്കോട്ടെ. നീ ഉറങ്ങിക്കോടി. അപ്പോൾ ഞാൻ മട്ടൻ കറിയെല്ലാം നാളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോയപ്പോൾ ആലിസ് എന്നെ തിരിച്ച് വിളിച്ചു. അവളത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് പറയാൻ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഒരേ ഒരു പ്രശ്നം, ഒത്തിരി നെയ്യ് ഇതിൻ്റെ. അത് മുഴുവൻ കളയണം മണ്ടയ്ക്കുന്നത്. കാരണം ഒത്തിരിയാണ്. നീ ഇട്ടെന്നല്ല ഞാൻ പറയാം. മട്ടൻ അത് ഞാൻ എടുത്തപ്പോഴേ ഇവളോട് പറഞ്ഞു അതിൽ ഒത്തിരി നെയ്യുണ്ട്. അവളതേ ഇട്ടില്ല. ഓയിലെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഇച്ചിരി ഓയിൽ കുറച്ചിടുന്ന ആൾക്കാരാണ്. ആകെ ഈ വീട്ടിൽ കുറേ ദിവസം പോകുന്നത് ഏതാടി ഓയില്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഡിന്നറെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ സമയം ഒരുപാടായി. ആക്ച്വലി എന്നും ഓർക്കും ലേറ്റ് നൈറ്റായിട്ട് ഇങ്ങനെ കഴിക്കരുത്, ഏർലി കഴിക്കണം. പക്ഷേ എന്ത് ചെയ്യാനാണ്, സം ഡേയ്സിൽ ഇങ്ങനെ ആയിപ്പോകും. ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ നമ്മൾ വന്നൊരു 9:30 കഴിച്ച് നമ്മൾ ഉറങ്ങിപ്പോകും. നമ്മൾ ഒത്തിരി ടയേർഡായിരിക്കും. ഈ ഓഫുള്ള ദിവസം എന്നാ പ്രശ്നമെന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് കിടന്നുറങ്ങും. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ ഭയങ്കര ആക്റ്റീവ് ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കിന്. അതാണ് വരുന്ന പ്രശ്നം. ആലിസ് ഇപ്പം ഉറങ്ങിയിട്ടേ ഉള്ളൂ. ഉറങ്ങിയോന്ന് എനിക്കറിയില്ല. കിടന്നു. 12:45 സമയം. അവളിപ്പോൾ അങ്ങോട്ട് കിടന്നു. ഈ ഫയർ അലാം ഇപ്പോഴും പതിയെ അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അവരൊന്ന് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ല. ഈവൻ സംടൈംസ് വെറുതെ അത് അടിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ ഈ മസാലകളും പിന്നെ ഒരുപാട് ഫ്രൈ ചെയ്തൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്ത് അങ്ങനെ അടിക്കാം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ചുമ്മാതെ കെറ്റിൽ ക്ലോസ് ചെയ്തിട്ടാണല്ലോ അതിൽ വെള്ളം ചൂടാക്കിയപ്പോൾ പിന്നെ ഒരു ദിവസം അത് കഴിഞ്ഞ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ചുമ്മാതെ ഇത് അടിക്കുന്നു. അന്നേരമാണ് നമുക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട് കുട്ടിക്ക്. അത് നമ്മൾ പിന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, ലാൻഡ്ലോഡ് തന്നെ പറഞ്ഞു, നേരത്തെ ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു, മേ ബി എഗെയിൻ അതായിരിക്കും, ഞാൻ വന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനി അങ്ങനെ ഒത്തിരി അലയ്ക്കുവാണെങ്കിൽ അത് സൗണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത് തല്ലി പൊട്ടിച്ചേക്കാൻ പറഞ്ഞു. അത് നല്ലൊരു ലാൻഡ്ലോഡാണ് കേട്ടോ ഇവിടുത്തെ. ഒത്തിരി നമ്മൾ എന്തൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഡോർസിനൊന്നും ലോക്കില്ലായിരുന്നു. കാരണം ഇവിടുത്തെ വീടുകളൊക്കെ അങ്ങനെയാണല്ലോ. ഈവൻ ബാത്റൂമിനില്ലായിരുന്നു. അതെല്ലാം വെക്കണമെന്ന് പറഞ്ഞു, വെച്ച് തന്നു. അങ്ങനെ നമ്മൾ ഡിമാൻഡ് ചെയ്ത എല്ലാ കാര്യവും പുള്ളി ചെയ്തു തന്നായിരുന്നു. ഇനി ഗാർഡൻ മാത്രം ക്ലീൻ ചെയ്തിട്ടില്ല. അത് ക്ലീൻ ചെയ്യാൻ ഇനി വരാമെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരൻ ഇവിടെ അല്ല താമസിക്കുന്നത്, വേറൊരു പ്ലേസിലാണ്. ഇവിടെ പുള്ളിക്കാരിക്കൊന്നും 8-9 വീടുണ്ടെന്നാണ് പറഞ്ഞത്, റെൻറ്റിന് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ആവശ്യത്തിന് വരുമ്പോൾ അതും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഫയർ അലാമിൻ്റെ കാര്യത്തിലും ഗാർഡൻ്റെ കാര്യത്തിലും ആ പുള്ളി വന്നാലേ ഞങ്ങൾക്ക് ഇനി ഒരു പരിഹാരമുള്ളൂ. അപ്പം ഈ ഫയർ അലാം ഈ രാത്രിയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതവിടെ നടന്നോട്ട്. നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവൾ ഈ വീഡിയോ തുടങ്ങിയപ്പം തൊട്ടേ ഫയർ അലാം പറഞ്ഞിട്ടിരിക്കുവാണല്ലോ എന്ന്. അങ്ങനെയല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഇനി നിങ്ങളെ അത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് കാരണമെന്ന് എനിക്കറിയില്ല. രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റുണ്ടാണോന്നും അറിയില്ല. എൻ്റെ ഉറക്കം പോയി, എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. ഇന്നലേക്ക് ഈ സമയത്തൊക്കെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പുതിയൊരു ദിവസം ആക്ച്വലി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നേ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. രാത്രിയായിപ്പം ഓക്കെ, ഇപ്പോൾ നമ്മൾ പുറത്തൊന്ന് ചുമ്മാതെ പോകണോ, വണ്ടിയെടുത്ത് പുറത്ത് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല.
നമ്മളിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കൂടെ ആകുമ്പോഴത്തേക്കിനും നമുക്കത് ശരിക്കും അത് ചെറുതായിട്ട് വിഷമമാകാറുണ്ട്. അപ്പോൾ ചോദിക്കും നിനക്ക് നിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ എന്ന്. പക്ഷെ നമുക്ക് വിഷമം മാത്രം മുന്നിൽ നിർത്തിയിട്ട് ലൈഫ് മുന്നോട്ട് പോകത്തില്ലല്ലോ. ആ വിഷമങ്ങളെല്ലാം നമ്മൾ മറികടക്കണം. പിന്നെ വിഷമം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പറയുമ്പോൾ ഒരാശ്വാസം, കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കങ്ങനെയാണ്, ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി ദേഷ്യം വരുമ്പോൾ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിനായിരിക്കും, എനിക്കങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരത്തില്ല. പക്ഷേ വരുമ്പോൾ ചിലപ്പം എല്ലാവർക്കും വലിയ റീസൺ ആയിരിക്കും, എനിക്ക് ചെറിയ റീസൺസിനായിരിക്കും. അപ്പോൾ അത് വന്ന് ആലീസിനോടോ അല്ല എൻ്റെ ഹസ്ബൻഡിനോടോ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമാകും. ഓക്കെ, പറഞ്ഞല്ലോ, അപ്പോൾ ഇത് എൻ്റെ തെറ്റാണ്, ഞാൻ ഇത്രയും അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെയൊക്കെ എനിക്കൊരു ബോധം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോടാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ചിലർക്ക് എൻ്റെ ഈ ഇത്തിരി വലിഞ്ഞുള്ള സംസാരം ആയതുകൊണ്ട് ബോറടിക്കുമായിരിക്കും. ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടോ. ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇച്ചിരി നേരം ബുക്കൊക്കെ വായിച്ചിട്ട് കിടക്കണം. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത് എനിക്ക് BP ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാനിപ്പോൾ ഒരു ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് മെഷീൻ വാങ്ങിച്ചിട്ട് ഞാൻ എന്നും റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാനാണല്ലോ ഇതൊക്കെ മെഷീൻസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ റീഡിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹാബിറ്റിലുള്ളൊരു കാര്യമേ അല്ല. പക്ഷെ ഞാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വായിക്കണം എന്ന് വിചാരിച്ച് ഒരു ബുക്ക് വാങ്ങിച്ചത് ആദ്യമായിട്ടാണ്. അല്ലാത്ത സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട്, കളിക്കുടുക്ക, ബാലരമ, അതൊക്കെ കുഞ്ഞിലെ മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും ബാലരമ. പിന്നെ ലൈബ്രറിൻ്റെ നമുക്ക് പഠിക്കാനുള്ളത് അതെനിക്കിഷ്ടമായിരുന്നു. അതിൽ കഥകളൊന്നുമല്ല, പക്ഷേ എന്നാലും അതും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബുക്ക് ആയതുകൊണ്ട് അതെനിക്കിഷ്ടമായിരുന്നു. എന്ത് ചെയ്യാനാ, ആ ഒരു ഹാബിറ്റ് എനിക്ക് കുഞ്ഞിലേ മുതലേ ഉണ്ടായില്ല. അതിൻ്റെ കഷ്ടപ്പാട് മുഴുവനുണ്ട്. ഇപ്പോൾ ആകെ കഥകളും കുഞ്ഞു പിള്ളേർ വായിക്കുന്ന പോലത്തെ പുസ്തകം മാത്രമായിരുന്നു എനിക്കിഷ്ടം. അത് കഴിഞ്ഞ് വലുതായപ്പോൾ അങ്ങനത്തെ സ്റ്റോറി ബുക്ക് പോലും വായിക്കാൻ ഇഷ്ടമില്ലാണ്ടായി. പലരും ഉണ്ട് ആ ഒരു ഹാബിറ്റൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവർ. പക്ഷെ എനിക്കെന്തോ അതൊക്കെ എൻ്റെ ഒരു ലൈഫിൽ നിന്നേ മാറിപ്പോയി. അപ്പോൾ ഞാൻ തന്നെ എന്നെ ഫോഴ്സ്ഫുള്ളി ഞാനൊരു 5 മിനിറ്റ്സും കൊണ്ടൊന്നും വായിക്കാൻ പറ്റില്ല, ഒരു 10 മിനിറ്റ്സെങ്കിലും ഞാൻ ഡെയിലി ബുക്ക് വായിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരുന്ന ബുക്ക് ഏതാണെന്നും കൂടെ ഒന്ന് കാണിക്കാം. എന്നെപ്പോലെ ബുക്ക് വായിക്കണമെന്ന് ഉള്ളൊരാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏത് ബുക്കാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഈ ബുക്ക് വാങ്ങിച്ചോളൂ. ഇത് കുറച്ച് യൂസ്ഫുള്ളാണ്. ഇത് പീറ്റർ മുഖർജിയുടെ ഫ്യൂ വൈസ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ഇതിൽ കുറച്ച് മോട്ടിവേഷണൽ ആൻഡ് ഇൻസ്പിറേഷണൽ അഡ്വൈസസാണ്. നമ്മളൊരു ഹാബിറ്റ് തുടങ്ങുമ്പോഴേ ആദ്യമേ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒന്നും നമ്മൾ കാണാനോ ചെയ്യാനോ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ബുക്കാണെങ്കിൽ കുറച്ചൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹാഫ് പോലും വായിച്ച് തീർത്തിട്ടില്ല. പക്ഷേങ്കിൽ വായിച്ചതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, ഇവിടുത്തെ ആമസോണിൽ നിന്ന്. 6 പൗണ്ട്സ് ആണോ 12 പൗണ്ട്സ് ആണോ ഞാൻ ഓർക്കുന്നില്ല ശരിക്ക്. എന്താണെങ്കിലും ഇൻ ബിറ്റ്വീൻ 6 to 12 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വാങ്ങിച്ച് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ബുക്സൊക്കെ സെർച്ച് ചെയ്ത് നോക്ക്. കുറച്ച് എനിക്ക് മോട്ടിവേഷൻ കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്, റിവ്യൂസ് കണ്ടിട്ട്. പിന്നെ ഞാൻ അടുത്തത് വരെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെന്ന് ഞാൻ തീർക്കും, ഈ ഒരു ഇയറിൽ തന്നെ തീർക്കുമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വാങ്ങിക്കുന്നില്ല. വെറുതെ എന്തിനാ സ്പേസും പൈസയും കളയുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സ്റ്റിൽ ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല ഗുഡ് ഹാബിറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അത് ഒട്ടും ലൈഫിലില്ലാത്ത ഒരാളും കൂടാണ്. ഇപ്പം തന്നെ നമ്മുടെ ലൈഫിൻ്റെ പകുതി നമ്മൾ ജീവിച്ച് കഴിഞ്ഞു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു ഹാഫിലെങ്കിലും, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന പോലെ, അതിലെങ്കിലും നല്ലതായിട്ട് കുറച്ച് ഹാബിറ്റ്സ് വളർത്തിയെടുക്കണം എന്നുണ്ട്. നോക്കാം, നമ്മളെ മടിയെന്ന വില്ലൻ പുറത്ത് വന്നില്ലെങ്കിൽ നമുക്കതൊക്കെ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ നേരം വെളുക്കും. ഇതിപ്പോൾ ഞാൻ നാളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇന്ന് നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ആഫ്റ്റർ എഫക്റ്റാണ്. നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഡേയിൽ ഉറക്കവും വരും, നൈറ്റിൽ ഉറക്കവും വരത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സായിട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്. ഇടയ്ക്ക് എവിടെ ഒരു ലോങ് ഡേ ഉണ്ടായിരുന്നു. ഈ ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഇങ്ങനെ. അത് കഴിയുമ്പോൾ പിന്നെ ലോങ് ഡേയ്സ് വരുവാണ്. നൈറ്റിൽ നമുക്ക് ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം, പക്ഷേ കുറച്ച് ബോറിംഗ് ആണ്. പിന്നെ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ഒക്കെ നൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്നും ചെയ്യാത്ത പോലെ തോന്നും. പക്ഷെ അവിടെ പണിയില്ലെന്നല്ല, നമ്മൾ ഡേയിൽ ഫുൾ ഉറങ്ങുന്നു, നൈറ്റിൽ അവിടെ പോയി ഉറങ്ങാതെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തോ ഒരു നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് കണക്ഷൻ ശരിയാകാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. മേ ബി യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. ഇത് ഞാനൊന്ന് യൂസ്ഡ് ആയി വരുമ്പോൾ എന്നെ പിടിച്ച് ലോങ് ഡേയ്സിലിടും, ലോങ് ഡേയ്സ് ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ എന്നെ പിടിച്ച് നൈറ്റിലിടും. അവരും അത് ഡ്യൂട്ടി സ്റ്റാഫിങ് അനുസരിച്ച് മാനേജ് ചെയ്യണം. അതുകൊണ്ടാണ് സ്റ്റിൽ നമ്മുടെ ബോഡിക്കും മനസ്സിനും അതൊക്കെ മനസ്സിലാകണ്ടേ, നമ്മൾ മാത്രം മനസ്സിലാക്കിയാൽ പോരല്ലോ. അപ്പോൾ എന്താണെങ്കിൽ ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാൻ ഉറങ്ങാൻ നോക്കട്ടെ. ഇപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും ഒത്തിരി ലേറ്റ് ആകും. നോക്കാം, ഉറങ്ങാൻ പറ്റിയാൽ ഉറങ്ങാം. കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച്, ഞാൻ ബുക്കെടുത്ത് ഇങ്ങനെ പിടിച്ചാലേ ഞാൻ ഉറങ്ങിക്കോളൂ, എനിക്കറിയാം. ഫോൺ നോക്കി കിടന്നാൽ ഞാൻ ചിലപ്പം കുറച്ച് നേരം കൂടെ കിടക്കും, പക്ഷേ ബുക്ക് വായിക്കാൻ എടുത്താൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് ഉറങ്ങാൻ ശ്രമിക്കാം. സംസാരിച്ചിരുന്ന സമയം ഒരുപാട് പോയി. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞ് സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്തിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. അങ്ങനെ എനിക്ക് വലിയ ഒരു പ്രോപ്പർ റൂട്ടീനോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. പക്ഷെ ഞാൻ ഡെയിലി മുടങ്ങാതെ ചെയ്യുന്നത്, കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. സംടൈംസ് ഞാൻ രാവിലെ സ്കിപ്പ് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 11-12 ഒക്കെ ആകുമ്പോഴായിരിക്കും എൻ്റെ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുന്നത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ഞാൻ അതിന് പകരം ഞാൻ ചെയ്യുന്നത് നൈറ്റിൽ നന്നായിട്ട് ഇപ്പോൾ കുളിച്ചത് ഒരു 8 o'clock ഞാൻ 10 ഉറങ്ങുന്നതെങ്കിൽ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. അപ്പം ഞാൻ ഫേസ് വാഷിന് ഉപയോഗിക്കുന്ന ക്ലെൻസറാണ്, അല്ലാത്ത ഫേസ് വാഷ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ലോറിയലിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒത്തിരി നല്ലതാണ്, സ്കിൻ ഒത്തിരി സോഫ്റ്റ് ആക്കും. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് കഴുകും. എന്നിട്ട് എൻ്റെ ഇതാണ് എൻ്റെ ലൈഫ് സേവിങ് ക്രീമെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, മോയ്സ്ചറൈസർ. ഞാൻ വന്നിട്ടിപ്പം ഒരു 2.5 വർഷം കഴിഞ്ഞു, ഒരു 2 yearsആയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഇവിടെ ഞാൻ വേറെ നല്ല വില കൂടിയതൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇവൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് പോകുന്നത്, തിരിച്ച് വരുന്നിടം വരെ എൻ്റെ മുഖം ഡ്രൈ ആകാതെ ഇത് കീപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ന് നൈറ്റിലും പിന്നെ എപ്പോഴൊക്കെ ഞാൻ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അന്നേരമെല്ലാം ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട്. എന്നെപ്പോലെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഈവൻ ആലീസിൻ്റെ നല്ല ഡ്രൈ സ്കിന്നായിരുന്നു, അവളും കുറേ മെഡിക്കേറ്റഡും അല്ലാത്തതും ഒക്കെ ട്രൈ ചെയ്തു. പക്ഷെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് അവൾക്കും നല്ല റിസൾട്ട് കിട്ടിയത്. ഞാനിതിൻ്റെ പ്രൊമോഷനൊന്നും തരുമല്ല, പക്ഷേ നേരത്തെ ഈ ഒരു ക്രീമിനെ കുറിച്ച് ഞാൻ എവിടെയോ മെൻഷൻ ചെയ്തപ്പോൾ ആരോ എൻ്റെ കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു നല്ല മോയ്സ്ചറൈസിങ് ക്രീം ഏതാണെന്ന്. അന്ന് പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ജെന്യുവനായിട്ടുള്ളൊരു റിവ്യൂ തരാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരുടെ സ്കിൻ ഒരുപോലല്ല, പിടിക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എനിക്കെന്താണെങ്കിലും ഇത് നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടെക്സ്ചർ ഒത്തിരി നല്ലതാണ്. മറ്റേതെല്ലാം ക്രീമി ആയിട്ടിരിക്കും, ഇത് അത്ര ക്രീമി ആയിട്ടിരിക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് ബ്ലെൻഡായി പോയിക്കോളും സ്കിന്നുമായിട്ട്. പിന്നെ നല്ല മണമൊന്നുമില്ല കേട്ടോ, ഒരു മണവും ഇല്ല. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഫേസ് ക്രീമൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോൾ നല്ല മണം വേണമെന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. ബെനിഫിറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഡെയിലി ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ്നെസ് നമുക്ക് തോന്നും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, ബിക്കോസ് എല്ലാ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഒരുപോലെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ മൈക്കൊക്കെ വെച്ചേക്കുന്നത് തൊട്ടിപ്പുറത്ത് ആണ് ആലീസിൻ്റെ റൂം. ആ കൊച്ചു പാവം ഉറങ്ങിയതേ ലേറ്റാണ്, എൻ്റെ സൗണ്ട് കേട്ട് ഉണരണ്ടാന്ന് കരുതിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഹോൾ ഡേ കാണിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.